ഹലോ, വെൽക്കം ബാക്ക് ടു ക്രഞ്ചി വേൾഡ്. ഇന്ന് ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ടിപ്പ് നമ്പർ 1. നമ്മൾ പപ്പടം വാങ്ങുമ്പോൾ ഇതുപോലത്തെ പാക്കറ്റ് ഒക്കെ ആയിരിക്കും വാങ്ങാറ്. പപ്പടം പൊരിക്കുന്ന സമയത്ത് നമുക്ക് ഈ മുഴുവൻ പപ്പടം ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ പപ്പടം കുറച്ച് ബാക്കിയായിട്ട് വരും. ഇങ്ങനെ ബാക്കി വരുന്ന പപ്പടം നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കും. പിന്നെ നമ്മളത് എടുക്കുമ്പോൾ പപ്പടം നല്ല ബലം പിടിച്ചിട്ടുണ്ടാവും, അതുപോലെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ പപ്പടം ഇതുപോലെ ടിന്നെടുത്തിട്ട് അതിൽ വെക്കുക. കവറൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ടിന്നിലേക്ക് വെച്ചിട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ടിന്നിന്റെ അടപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അടച്ചു വെക്കുക. അപ്പൊ പപ്പടം പൊട്ടിച്ചതിന് ബാക്കി ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ചാല് നമ്മളെ പപ്പടത്തിന്റെ കളറും മാറൂല, അതുപോലെ തന്നെ ബലം പിടിക്കുന്ന പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. കുറച്ചു കാലം ഒരു കേടും കൂടാതെ പുതിയ പപ്പടം പോലെ തന്നെ ഉണ്ടാവും. എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 2. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ബിസ്ക്കറ്റ് പാക്കറ്റ് അങ്ങോട്ട് കൊടുക്കും കഴിക്കാൻ പറഞ്ഞിട്ട്. അവർക്ക് ആവശ്യമുള്ളത് കഴിച്ചിട്ട് അത് അവിടെ ഇട്ടിട്ട് പോകും. അപ്പൊ ചിലപ്പോൾ നമ്മളത് എടുത്തു വെക്കാൻ മറന്നു പോവും. പിന്നെ നമ്മളത് എടുത്തു നോക്കുമ്പോൾ അത് ആകെ തണുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളത് തണുത്തില്ല, ഇനിയിപ്പോ ഇത് എടുക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, വേസ്റ്റ് ഇടും. ഇനി അങ്ങനെ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഈ ബിസ്ക്കറ്റിനെ പഴയ പോലെ തന്നെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോണേ. ഈ ബിസ്ക്കറ്റ് ഒക്കെ എന്ത് ചെയ്യാ, ഇതുപോലെ ഒരു ടിന്നെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്ക. എന്നിട്ട് ഈ ടിന്നിലേക്ക് ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അരി ഒന്ന് വിതറി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ടിന്നൊന്ന് നല്ല പോലെ അടച്ചിട്ട് കുലുക്കിയിട്ട് എടുത്ത് വെക്കാം. ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ അടച്ചെടുത്ത് വെക്കണം. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടിന്നൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ആ ബിസ്ക്കറ്റ് പഴയ പോലെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഈ ടിപ്പ് ഇതുവരെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 3. പംകിൻ വെച്ചിട്ട് നമ്മൾ കറിയോ ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതുപോലെ ഒരു പീസൊക്കെ ചിലപ്പോൾ ബാക്കി വരും. ഇത് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചാല് അടുത്ത ദിവസം ആകുമ്പോഴത്തേന് തന്നെ കേടുവരും. ഇത് പെട്ടെന്ന് തന്നെ കേട് വരാതിരിക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലെ കുരുവൊക്കെ മുഴുവനായിട്ട് കളയണം. അതിനുശേഷം ഇതുപോലത്തെ ഒരു ക്ലിങ് ഫിലിം എടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മളെ പംകിൻ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇങ്ങനെ കവർ ചെയ്തെടുത്ത് വെച്ചാല് പെട്ടെന്നൊന്നും അങ്ങനെ കേട് വരൂല. എല്ലാവരുടെ അടുത്തും ക്ലിങ് ഫിലിം ഉണ്ടാവണം എന്നില്ല. അപ്പൊ ഈ ക്ലിങ് ഫിലിം ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇതുപോലെ ലെമണിന്റെ ഹാഫ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ പംകിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ലെമൺ ജ്യൂസ് ഒന്ന് തേച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്നും കേട് വരൂല. അപ്പൊ ക്ലിങ് ഫിലിം ഇല്ലാത്തവരൊക്കെ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിങ് ഫിലിം ഇട്ട് വെക്കുന്ന അതേ എഫക്റ്റ് തന്നെ കിട്ടും. ടിപ്പ് നമ്പർ 4. ഈ അരിയൊക്കെ നമ്മൾ ടിന്നിൽ ഇങ്ങനെ കുറെ കാലം എടുത്ത് വെക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാൻ തുടങ്ങും. ഈ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ അരിയിലേക്ക് 2 റെഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 റെഡ് ചില്ലി ഇട്ടതിന് ശേഷം അടച്ചു വെച്ചാല് അതിലെ പ്രാണികളൊന്നും വരൂല. എത്ര കാലം ഇങ്ങനെ അരി വെച്ചാലും പ്രാണികൾ വരാതെ നിന്നോളും. ടിപ്പ് നമ്പർ 5. അടുത്തതായി നമ്മൾ എഗ് ഒക്കെ ഉണ്ടല്ലോ, എഗ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എഗിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ച് കൂർപ്പ് കൂടുതലുള്ള ഭാഗം, ഈ ഭാഗം താഴേക്കാക്കിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാന്. ഫ്രിഡ്ജിൽ നല്ല നമ്മളിപ്പോ അഥവാ പുറത്താണ് എഗ്ഗ് വെക്കണമെന്നുണ്ടെങ്കിൽ ചില കേക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് വേണ്ടി വരും. അപ്പൊ നമ്മൾ എഗ്ഗ് പുറത്ത് വെക്കും. അങ്ങനെ നമ്മൾ എഗ്ഗ് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം താഴേക്കാക്കിയിട്ട് വേണം വെക്കാന്. ഇങ്ങനെ വെച്ചില്ലെങ്കിൽ എഗ്ഗ് പെട്ടെന്ന് കേട് വന്ന് ചീത്തയായി പോവും.
അപ്പൊ എഗ്ഗൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നോക്കുക. ഒട്ടുമിക്ക ആൾക്കാരും ഇത് നോക്കാനൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ തോന്നുന്ന പോലെ അങ്ങോട്ട് വെക്കാനേ ചാൻസ് ഉള്ളൂ. ഇനി നമ്മൾ എഗ്ഗ് ഫ്രിഡ്ജിലല്ല വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വെക്കുക. അരിന്റെ മുകളിലായിട്ട് അരിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക. ഇങ്ങനെ പുറത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ അരിയിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കുറെ കാലം ചീത്താവാതിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ പോലെ തന്നെ കുറെ കാലം ചീത്താവാതിരിക്കും. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എഗ്ഗ് കുറെ ക്വാണ്ടിറ്റിയിലൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ അരിയിൽ വെക്കാം. അരിയിൽ ഇങ്ങനെ വെക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കൂർത്ത ഭാഗം താഴേക്കാക്കിയിട്ട് വേണം വെക്കാന്. ടിപ്പ് നമ്പർ 6. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ കടല വെള്ളത്തിൽ ഇടാറുണ്ട്. ചിലപ്പോൾ രാത്രി കടല വെള്ളത്തിലിടാൻ മറന്നു. അങ്ങനെയുള്ള സമയത്ത് ചെയ്യേണ്ട ഒരു ടിപ്പാണിത്. ഞാനിവിടെ കടല നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കഴുകി വൃത്തിയാക്കിയ ഈ കടല ഈ ഒരു കാസറോളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് കാസറോളിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കാസറോളിന്റെ പകുതിയോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പം തന്നെ കാസറോൾ അടച്ചു വെക്കാം. പിന്നെ കാസറോൾ തുറക്കാതെ 1 മണിക്കൂറോളം ഇങ്ങനെ അടച്ചു വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഞാനിപ്പോ കാസറോൾ തുറന്നു നോക്കുകയാണ്. ഇപ്പൊ നോക്കിയതാ കടല കുക്ക് ചെയ്യാനുള്ള ലെവലിലായിട്ടുണ്ട്. നമ്മൾ സാധാരണ തലേന്ന് കടല വെള്ളത്തിലിട്ട് വെച്ചാൽ ആവണ അതേ ലെവലിലേക്ക് ആയിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് തന്നെ അതേ ലെവലിലായി കിട്ടിയിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കടല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ കടലക്കറി ഉണ്ടാക്കാം. ഇതിലെ ഈ വെള്ളത്തിൽ തന്നെ ഉണ്ടാക്കാട്ടോ. ഞാൻ ആൾറെഡി കടല നല്ലപോലെ കഴുകിയതുകൊണ്ട് പിന്നെ കഴുകേണ്ട ആവശ്യമോ വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റും കൂടും. കടല വെള്ളത്തിലിടാൻ മറന്നുപോയ ആരും ഇനി ടെൻഷൻ ആവേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ടിപ്പ് നമ്പർ 7. ഈ വെളുത്തുള്ളി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വെളുത്തുള്ളി പുറത്താണ് വെക്കാറ്. പുറത്ത് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറലും അതുപോലെ തന്നെ ചീത്തയായി പോണതൊക്കെ കാണാം. ഈ വെളുത്തുള്ളി ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ, കേട് വരാതെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതാ ഇവിടെ വിനീഗറാണ് എടുത്തിട്ടുള്ളത്. വിനീഗർ ഞാനിതാ ഈ ഒരു കോട്ടൺ ബോളിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളിയുടെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിൽ ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക. ഇങ്ങനെ എല്ലാ വെളുത്തുള്ളിൻ്റെ മുകളിലും ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി എവിടെയാണോ വെക്കല്, ഏത് കൊട്ടയിലാണെന്നുണ്ടെങ്കിൽ ആ കൊട്ടയിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് അധികം കാലം വെളുത്തുള്ളി കേട് വരാതിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.